ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിയും രേവതി മത്സരത്തിന് പോകുന്ന കാര്യം പറഞ്ഞ് സച്ചിത ഇപ്പോഴേ പ്രാക്ടീസ് തുടങ്ങി അവിടെ. അപ്പോൾ രേവതി ആണെങ്കിൽ സച്ചേട്ടൻ എന്ത് ഈ കാണിക്കണേന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെടുക. പിന്നെ നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ രേവതി ശരിയാകുന്നത്, നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കണ്ടേ ജയിക്കേണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാമെന്ന് പറഞ്ഞു സച്ചി അവിടെ പോയി കൊതുകുത്തിയിരിക്കുമ്പം സച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്ന് പറയുക. ഇതിനെപ്പറ്റി അറിയാവുന്നവരോട് ചോദിക്കണം എന്ന് രേവതി പറയുക. നമ്മളിങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലെന്ന്. അപ്പോൾ എന്താ നീ പറഞ്ഞത്, ആരോട് ചോദിക്കാൻ? അന്നേരം ഇതിനെപ്പറ്റി അറിയാവുന്നവരോട് ചോദിക്കണമെന്നാ പറഞ്ഞതെന്ന രേവതി. നമുക്കേ ശ്രീകാന്തരോട് വർഷയോടോ ചോദിക്കാം, അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ല അറിവ്, അവർ നമുക്ക് പറഞ്ഞു തരുമെന്ന് രേവതി പറയൂ കേട്ടോ. മത്സരം ജയിക്കാനുള്ള വഴികൾ രേവതി തന്നെ പറഞ്ഞു കൊടുക്കുക സച്ചിക്ക്. ശരി എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും പോവുക. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് ചെന്നു. അപ്പോൾ രണ്ടുപേരും അവിടെ കാണുന്നില്ല. രണ്ടുപേരെയും കാണുന്നില്ലല്ലോ, ഇതവരവിടെ പോയി പോലും എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ സച്ചിയോട് പറയുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങോട്ട് മാറി വന്ന് നോക്കുമ്പോൾ രണ്ടുപേരും കൂടെ ഉന്തും തള്ളു പിടി വലി ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും അന്തം വിട്ട് നിൽക്കുക സച്ചി രേവതി. ഇതേ ശ്രീകാന്ത് വീട്, നീ വീട് ശ്രീകാന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന രേവതി ഒച്ച വെച്ചു. അതൊക്കെ സച്ചി ഓടിച്ചെന്ന് ഇവർ രണ്ടുപേരും പിടിച്ചു മാറ്റുക. നീ എന്തിനാ അവളെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ഒച്ച വെച്ചപ്പോഴത്തേക്ക് ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അന്നേരം അവിടെ നിന്ന് ചിരിക്കുക വർഷ. പിന്നെ ഞങ്ങൾ ഈ കണ്ടത് എന്താ ശ്രീകാന്ത് എന്ന് രേവതി ചോദിച്ചു. നീ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ എന്നൊക്കെ. അപ്പം അവിടെ നിന്നും വർഷ ഭയങ്കര ചിരിയാ. ഇവളെൻ്റെ പെങ്ങളൂട്ടിയാണെന്നും നീ ഇവളെ എങ്ങാനും തൊട്ടാ നീ എൻ്റെ അനിയനാണെന്ന് ഞാൻ നോക്കില്ല, എന്നിട്ട് കൈ ഞാൻ ഓടിക്കുമെന്ന് പറഞ്ഞു സച്ചി വർഷയെ ചേർത്ത് ഇങ്ങനെ നിർത്തുമ്പം ഞാൻ നിങ്ങളുടെ പെങ്ങളൂട്ടിയെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എന്ന് അന്നേരം ശ്രീകാന്ത് പറഞ്ഞു കേട്ടോ. വർഷം നിന്ന് ചിരിയോട് ചിരി. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പം എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക, പ്രത്യേകിച്ച് രേവതിയും സച്ചിയും. ഏതാ ചിരിക്കുന്നത്, പറഞ്ഞു കൊടുക്കുക എന്താണെന്നോ. അപ്പം എൻ്റെ സച്ചിയേട്ടാ, ശ്രീകാന്ത് എന്നെ ഒന്നും ചെയ്തതൊന്നും അല്ല, കോമ്പറ്റീഷന് വേണ്ടിയിട്ടേ ഞങ്ങളൊരു ഐറ്റം പ്രാക്ടീസ് ചെയ്തതാണെന്ന് പറഞ്ഞു. ഓഹോ അത് ശരി. രേവതിയേ ഇപ്പം നമ്മളാരായി? അപ്പോൾ നിങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്തത് ഏത് ഐറ്റമാ? അപ്പം മല്ലയുദ്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണല്ലേ മല്ലയുദ്ധം, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ കാണുന്നത് ആദ്യമായിട്ടാട്ടോ എന്ന് സച്ചി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. അല്ല, ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ കോമ്പറ്റീഷന് വരുമോ? അപ്പോൾ ആർക്കറിയാം, ഞങ്ങളൊരു ഊഹം വെച്ചിട്ട് അങ്ങ് പ്രാക്ടീസ് ചെയ്തതല്ലേ, അപ്പോൾ ഈ ഐറ്റം ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ജയിക്കും എന്ന് സച്ചി അന്നേരം പറഞ്ഞു. എന്നും പറഞ്ഞു ശ്രീകാന്ത്. അല്ല ഇത് നോക്കി, ഈ മസിൽ നീ കണ്ടോ, സ്ട്രോങ്ങാ എന്നും പറഞ്ഞ് കയ്യിലെ മസിലൊക്കെ നമ്മുടെ സച്ചി കാണിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ശ്രീകാന്തേ, നിനക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. നിന്നെ തൊട്ടാൽ ഇവിടെ ചോദിക്കാൻ ഏട്ടനും ഏട്ടത്തിയും ഉണ്ടെന്നല്ലേ ചോദിക്കുമ്പം അതെ, ഞാൻ ഇവിടെ ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കില്ല, എന്താ പോരേന്ന് ചോദിച്ചു അന്നേരം ശ്രീകാന്ത്. വേദനിപ്പിക്കാതിരുന്ന് നിനക്കുള്ള മല രേവതി? അതെ എന്നും പറഞ്ഞ് നമ്മുടെ രേവതിയും പറഞ്ഞു. അല്ല നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു ശ്രീകാന്ത്. അപ്പോൾ നീ മാറിക്ക രേവതി, നീ മാറ്. എടാ ശ്രീകാന്തേ, നീ എഴുന്നേറ്റടാന്ന് പറഞ്ഞ് അതിനെ പിടിച്ച് എഴുന്നേപ്പിച്ചേടാ, അവിടെ എന്തൊക്കെ മത്സരങ്ങളൊക്കെ അവിടെ ഉണ്ടാവുക, ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല, ഒന്ന് പറഞ്ഞാടാന്ന് പറയുമ്പം ഇത് ചോദിക്കാനാണോ വന്നേ? അതേന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ അതെ, ഞങ്ങൾക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല ഏട്ടാന്ന് ശ്രീകാന്ത് പറഞ്ഞു. അതല്ലടാ, എന്തെങ്കിലും ചോദിക്കുമോ? ചോദിക്കുകയാണെങ്കിലേ എനിക്കൊന്നും പറയാനും അറിഞ്ഞൂടാ, അതാണ് എൻ്റെ ഒരു പേടിയെന്ന് പറയുമ്പം ഇത്തരം കോമ്പറ്റീഷനിലെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യം സച്ചേട്ടാന്ന് പറഞ്ഞപ്പം. അല്ല, ഈ ട്രെയിൻ കണ്ടുപിടിച്ചതാര്, ബൾബ് കണ്ടുപിടിച്ചതാര്, ഇന്ത്യയുടെ വ്യവസായ മന്ത്രി ആരാണെന്നൊക്കെ ചോദിച്ചാൽ ഞാനാകെ പെട്ടുപോകും, എനിക്കൊന്നും അറിയില്ല എന്ന് സച്ചി പറയുമ്പം എൻ്റെ ഏട്ടാ, നമ്മൾ PSC പരീക്ഷ എഴുതാനായിട്ടല്ല അങ്ങോട്ട് പോകുന്നത്, അത്തരം ചോദ്യങ്ങളൊന്നും അവർ ചോദിക്കത്തില്ല ഏട്ടാ. പിന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കാമെന്ന് രേവതി ചോദിച്ചു. മിക്കവാറും പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാമെന്ന് പറഞ്ഞു. അല്ല, ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടൊക്കെ ചോദിക്കുമല്ലോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയൊന്നും അല്ല ഏട്ടാ, അത് ഭാര്യയെക്കുറിച്ച് ഏട്ടൻ എന്തൊക്കെ അറിയാം അതൊക്കെ ആയിരിക്കും ചോദിക്കാമെന്ന് പറയുമ്പം ഇവളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, ഇവളെക്കുറിച്ച് എന്ത് ചോദിച്ചാലും ഞാൻ നന്നായിട്ട് തന്നെ പറയുമെന്ന് സച്ചി. അപ്പം എന്നും പറഞ്ഞു ശ്രീകാന്ത്. അങ്ങനെയാണെങ്കിലേ രേവതി ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് പറയാൻ പറഞ്ഞു നമ്മുടെ വർഷ. അപ്പം അത് അവൾക്ക് ഭക്തിഗാനാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ അത് എനിക്ക് ഭക്തിഗാനാണ് ഇഷ്ടമെന്ന് രേവതി പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോരാ, ഏത് പാട്ടാണ് ഇഷ്ടമെന്ന് പറയണമെന്ന് പറഞ്ഞു. അന്നേരം അതെനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, രേവതി ചേച്ചി ജനിച്ച ഹോസ്പിറ്റലിൻ്റെ പേരെന്താ? അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പേരോ? അപ്പോൾ ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാനാണെന്ന് സച്ചി ചോദിച്ചു. അതുപോട്ടെ, ചേച്ചി പഠിച്ച സ്കൂളിൻ്റെ പേര് പറ രേവതി, നീ ഏത് സ്കൂളിലാണ് പഠിച്ചതൊക്കെ ചോദിക്കും. ഞാൻ പഠിച്ചത് എന്നും പറഞ്ഞ് രേവതി പറയുമ്പോൾ അങ്ങനെയല്ല, ചേച്ചിയോട് ചോദിക്കാതെ അത് പറയണമെന്ന് പറഞ്ഞു വർഷ. അയ്യോ, അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുക, സച്ചി എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. ഇനി ഞാൻ ചേച്ചിയോട് ചോദിക്കാം, സച്ചി ഏട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? അന്നേരം അത് പൂരി മസാലയാണെന്ന് പറഞ്ഞു. അപ്പോൾ കള്ളി, കറക്റ്റ് ഉത്തരം പറഞ്ഞു.
സച്ചിയേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് ഏതാന്ന് ചോദിക്കുമ്പം കാറുമായിട്ട് നാട് മുഴുവനും ചുറ്റുന്ന ആളല്ലേ, എല്ലാ നാടും ഇഷ്ടമാണ് അല്ല സച്ചേട്ടാ എന്ന് രേവതി ചോദിച്ചു. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് എൻ്റെ അച്ഛമ്മയുടെ നാടാ, ഞാൻ കളിച്ചു വളർന്ന നാട്. അപ്പം ആണല്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനെന്ത് പറയാനോ, പെട്ടുപോകുമല്ലോ എന്ന് രേവതി. അപ്പം ഞാനിപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ചോദിക്കണമെന്നില്ല, രണ്ടുപേരും പരസ്പരം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അറിയാനായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാമെന്ന് വർഷ പറയുക. അപ്പോൾ അങ്ങനെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞിരിക്കാം. മാരേജ് ലൈഫിനെ കുറിച്ച് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താ, നല്ല ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയായിരിക്കണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിച്ചേക്കാവെന്ന് ഇങ്ങനെ വർഷ നേരം പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ എന്താ മറുപടി പറയേണ്ടത്? അയ്യോ, കാർ ഓടിക്കാൻ പറഞ്ഞാൽ ഞാൻ ഓടിച്ച് കാണിക്കാം, പിന്നെ മാല കെട്ടാൻ പറഞ്ഞാൽ രേവതി മാലയും കിട്ടും, പിന്നെ കണ്ണും മൂടി മാല കെട്ടുമെന്നും സച്ചി ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ രേവതിക്ക് ആകെ സങ്കടമായി. ഏട്ടാ, കാർ റേസിങ്ങിനും മാലകെട്ടൽ മത്സരത്തിനല്ലേ നമ്മൾ പോകുന്നത്, ബെസ്റ്റ് കപ്പിൾസിനെ കണ്ടെത്താനുള്ളൊരു മത്സരം ഇത്. ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ എന്തായാലും അവിടെ ഉണ്ടാകും, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ രേവതി എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക അവിടെ. അപ്പോൾ സച്ചി, രേവതിയെ എന്നാൽ പിന്നെ നമ്മൾ പോവാതിരിക്കുന്ന നല്ലത്, നമ്മൾ തോക്കും. അപ്പോൾ അവിടെ ഇരുന്ന സച്ചേട്ടിക്കൊന്നും പറയില്ലേന്ന് പറഞ്ഞ് നമ്മളെന്തായാലും പോകും, ജയിക്കുകയും ചെയ്യുമെന്ന് രേവതി. ആത്മവിശ്വാസം വേണം, ആത്മവിശ്വാസം, മനസ്സിലായോ? കണ്ടറിയാൻ ജയിക്കുമോ എന്തോന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇവിടെ ഇരിക്കുക. ഈ ഒരു നൈറ്റ് ഉണ്ടല്ലോ പ്രിപ്പയർ ചെയ്യാൻ നല്ല സമയമുണ്ട്, നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് രാത്രി ഉറക്കമില്ല, ഇന്ന് ശിവരാത്രിയാണല്ലേ എന്ന് ചോദിച്ചു സച്ചിൻ. അപ്പോൾ മുൻപിൽ എത്തണമെങ്കിൽ അല്പം ത്യാഗമൊക്കെ സഹിക്കണം, വന്നേ വാ എന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു ശ്രീകാന്ത്. നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ് എന്ന് രേവതി. അപ്പോൾ താങ്ക് യു ഒക്കെ പറഞ്ഞ് ഇവരിയ്ക്കുന്നു, അവരങ്ങ് പോയി. അപ്പം അതെ, എന്താ വിൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ തൂണ് പോലെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് യുദ്ധം അങ്ങ് തുടങ്ങി. ശ്രീകാന്തും വർഷയും സച്ചിയും രേവതിയും അവിടെ പ്രാക്ടീസും അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പോത്ത് പോലെ കിടന്നുറങ്ങുകയാണ് രണ്ടെണ്ണങ്ങൾ. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഞാൻ ജയിക്കും എന്നുള്ള അഹങ്കാരത്തോടെ. എന്നിട്ട് ഇങ്ങനെ ഉറക്കത്തിൽ കിടന്ന് ഭയങ്കര ഡാൻസായി, പാട്ടായി. നമ്മുടെ ശ്രുതി അങ്ങനെ ശ്രുതിക്കിട്ട് ഇടിയൊക്കെ വെച്ച് കൊടുക്കുക. ശ്രുതി ഇടിയും ചവിട്ടമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്താ അവിടെ കിടന്ന കൈയും കാലൊക്കെ എടുത്ത് നമ്മുടെ യോധ സിനിമയിലെ മോഹൻലാലും അതുപോലെ നമ്മുടെ ജഗതിയും കൂടി ചേർന്ന് കളിക്കുന്ന ഡാൻസൊക്കെ ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കാം. ഒരൊറ്റ അടി അങ്ങ് വെച്ച് കൊടുത്ത് എന്നെ ഈ കാണിക്കുന്നേ, അപ്പോൾ എന്നെ തോപ്പിക്കാൻ പറ്റില്ലടാ, എന്നെ തോപ്പിക്കത്തില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് ഉറക്കത്തിൽ നിന്ന് തന്നെ കണ്ണും അടച്ചു പിടിച്ച് അങ്ങ് എഴുന്നേറ്റിരുന്നു. പെട്ടെന്ന് കണ്ണ് തുറന്നപ്പം ഒരു ബോധം കിട്ടിയില്ല കേട്ടോ. ശ്രുതി താൻ നിങ്ങൾ എന്തി കാണിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, ഞാൻ സച്ചിയോടാ പറഞ്ഞത്, അവനെ ചവിട്ടാണോ എന്നെ ചവിട്ടിയേ എന്ന് ചോദിക്കുന്ന ശ്രുതിയോട്. എൻ്റെ നടുവാ പോയത്, എൻ്റെ നടു ഒടിയാഞ്ഞത് ഭാഗ്യമായി എന്നൊക്കെ പറയുമ്പോൾ സോറി ശ്രുതി, എൻ്റെ ദൈവമേ. അല്ല അതൊക്കെ പോട്ടെ, എന്തായിരുന്നു സ്വപ്നം എന്ന് ചോദിച്ചു. അത് പിന്നെ നമ്മുടെ ബെസ്റ്റ് കപ്പിൾ കോമ്പറ്റീഷനില്ലേ, ഞാനും സച്ചിയും തമ്മിൽ പാട്ട് മത്സരം. ആഹാ, ഈ യോധ സിനിമയിലെ പോലെ സംഭവമില്ലേ, അത് തന്നെ. അപ്പോൾ കൊള്ളാലോ, എന്നിട്ട് ആരാ ജയിച്ചേ? അത് പിന്നെ മത്സരം തീരുന്നതിന് മുൻപേ നീ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചില്ലേ എന്ന് ചോദിച്ചു. അത് വേണ്ടായിരുന്നല്ലേ, ജയിക്കേണ്ടതായിരുന്നു, നീ കാരണം. ഇതുപോലൊരു മത്സരം അവിടെ നടന്നാലേ ഞാൻ അവനെ ഉറപ്പായിട്ട് തോൽപ്പിക്കും, ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ തോൽപ്പിക്കണമെന്ന് ശ്രുതിയോട്. അവനെ തോൽപ്പിച്ച് തുന്നം പഠിക്കണം, നമുക്കൊന്ന് കിടന്നാൽ നാളെ രാവിലെ പോകണ്ടേന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണങ്ങളും കൂടെ കിടന്നു. അങ്ങനെ ഉറക്കുക. പിന്നെ രാവിലെ ആയി ഒരുങ്ങി ഇറങ്ങി വരുവാണ് രണ്ടെണ്ണങ്ങളും കൂടെ. അപ്പോഴത്തേക്കും ചന്ദ്രമതി മക്കളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ മക്കൾ ഒരുങ്ങിയോന്ന് ചോദിച്ചു. ഒരുങ്ങി. ഇന്നലെ രാത്രി സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ കാറിൽ തന്നെ വെച്ച് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ അമ്മ പോകാനുള്ള തയ്യാറെടുപ്പുകളെ പറ്റി ചോദിച്ചപ്പോൾ പറയൂ കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ഇറങ്ങി വന്നു. വീൻ ചെയ്യാനുള്ളതല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അമ്മ ചന്ദനമൊക്കെ തൊട്ട് കൊടുത്ത് നിൽക്കുന്നു. അമ്മ ഇന്ന് അമ്പലത്തിലൊക്കെ പോയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ മക്കൾ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണെന്ന് പറയുമ്പോൾ അമ്മ പ്രാർത്ഥിക്കുന്നത് കേട്ട് ദൈവങ്ങൾ പോലും ചോദിച്ചാണ് എല്ലാം തികഞ്ഞ കപ്പിളായി നിൽക്കുന്നത്, 7 ഡിഗ്രിയുള്ള ഒരുത്തേനും അവിടെ കാണില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ജയം ഏതാണ്ട് ഉറപ്പായി എന്നൊക്കെ സുധി അവിടെ നിന്ന് പറയാം. ദൈവം വിചാരിച്ചാൽ പോലും ഇനി ഞങ്ങളെ തോപ്പിക്കാൻ പറ്റത്തില്ല, അപ്പോൾ അത് ദൈവത്തിനും അറിയാവുന്നതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ആ ദൈവത്തിനോട് അമ്മ ചെന്ന് പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്നത് ഞങ്ങളെ ജയിപ്പിക്കണമെന്ന്. അപ്പം നിങ്ങൾ കഴിവുള്ളവരാ, നിങ്ങൾ ജയിക്കും, എന്നാലും എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാണെന്ന് ചന്ദ്ര, വേറെ വഴിയില്ലല്ലോ, അത് നല്ലതാട്ടോ അമ്മേ എന്നൊക്കെ പറഞ്ഞ സുധി ഇങ്ങനെ അവിടെ നിൽക്കുമ്പം അതെ വന്നേ സച്ചിയും രേവതിയെയും തോൽക്കാൻ വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞപ്പം എൻ്റെ ദൈവമേ അമ്മേ, എൻ്റെ ദൈവമേ, ദൈവം പിന്നെയും ചിരിച്ചു കാണും അല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞ് സുധി ഇങ്ങനെ നിന്ന് ചിരിക്കണം. അമ്മേ, ദൈവം വിചാരിച്ചാൽ പോലും അവരെ ജയിപ്പിക്കാൻ കഴിയില്ലെന്ന് ദൈവത്തിന് തന്നെ അറിയാം, അപ്പോഴമ്മ തോൽപ്പിക്കണേന്നും പറഞ്ഞു പോയി പ്രാർത്ഥിച്ചത്. എൻ്റെ അമ്മേ, അവരിപ്പം തന്നെ തോറ്റവരല്ലേ എന്ന് ശ്രുതി ചോദിക്കുന്നത് കേട്ടോണ്ട് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നേ. അല്ല, അവരെന്തിനാണാവോ വരുന്നതെന്നൊക്കെ ശ്രുതി പറയുമ്പോൾ ഞാൻ തൊട്ട് തരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുത്തു. നീ എന്താ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് രവിയേട്ടൻ നേരം വന്നു. അപ്പോൾ ഇവരെങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചു. അതിവർ മത്സരത്തിൽ പങ്കെടുക്കാൻ പോണത്, അപ്പോൾ അവരും അതിന് തന്നെയല്ലേ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ രേവതിയും സച്ചിയും കൂടെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും പുച്ഛം, സച്ചിയും രേവതിയും വന്നിട്ടൊന്നും ഒരു കാര്യമില്ല അച്ഛാ എന്ന്
സുധി അവിടെ നിന്ന് വലിയ ആൾ കളിച്ച് പറയുമ്പോൾ കാര്യമുണ്ടോ ഇല്ല എന്നുള്ളത് മത്സരം കഴിയുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു രേവതി. അറിയാം, ഈ അംഗത്തിന് സുധിയെയും ശ്രുതിയെയും തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി അവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുമ്പം നീ ഏത് അംഗത്തിനാണ് ഇതുവരെ ജയിച്ചിട്ടുള്ളതെന്ന് സച്ചി അന്നേരം ഇവനോട് ചോദിച്ചു. അപ്പോൾ നീ ഒരു ഭൂലോക തോൽവി അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി വേണ്ട എന്ന് പറഞ്ഞ് ശ്രുതി അന്നേരം അത് കയറി അങ്ങ് ഇടങ്കോലിട്ടു. ഇപ്പോൾ ശ്രുതിയേട്ടൻ്റെ കോൺഫിഡൻസ് ഒക്കെ നല്ലതാ, പക്ഷേ ഓവർ കോൺഫിഡൻസ് അത്രയ്ക്ക് നല്ലതല്ല കേട്ടോ എന്നൊക്കെ വർഷ അന്നേരം പറഞ്ഞു. ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ശ്രുതിക്കും. അതെ, നമ്മൾ 3 കപ്പിൾസ് മാത്രമല്ല അവിടെ മത്സരിക്കുന്നത്, കുറേ പേരുണ്ട് കേട്ടോ. ആദ്യം അവരിൽ നിന്നൊക്കെ സെലക്ട് ആയി ഫൈനൽ റൗണ്ടിൽ എത്താൻ തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ശ്രീകാന്ത്. അപ്പോൾ കണ്ടില്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ അമ്പലത്തിൽ വരെ പോയിട്ട് വരിക. എടാ, നിങ്ങളെല്ലാവരുടെയും കാര്യം പോക്കാടാ. അമ്മ എന്ത് പ്രാർത്ഥിച്ചാലും അതിൻ്റെ ഓപ്പോസിറ്റേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. രേവതിയുടെ വളർച്ച കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കത്തില്ലേ എന്നും സച്ചി ചോദിച്ചു. അന്നേരം ആണോ എന്ന് പറഞ്ഞ് സുധി ഇങ്ങനെ നോക്കുക കേട്ടോ. വർഷയും ശ്രീകാന്തും നിന്ന് ചിരിക്കുന്നു. മതി ഇനി ഒരുപാട് സംസാരിക്കേണ്ട, ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു അച്ഛൻ. അപ്പോൾ ആൻറ്റി ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ ജയിക്കും, പിന്നെ എന്തിനാ ശ്രുതി നമ്മൾ അമ്മയുടെ അനുഗ്രഹം മേടിക്കുന്നതെന്ന് സുധി. അപ്പോൾ പിന്നെ അമ്മയുടെ സന്തോഷത്തിന് വേണമെങ്കിൽ മേടിക്കാം, അമ്മേ ഞങ്ങളൊന്ന് അനുഗ്രഹിച്ചേക്കമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നു. അതിനുശേഷം ശ്രീകാന്തിൻ്റെയും വർഷയുടെ എടുത്തിയെന്ന് അവർക്കും അനുഗ്രഹമൊക്കെ വാരിക്കോരി കൊടുക്കുക. സച്ചിയെയും രേവതിയെയും തിരിഞ്ഞു പോലും നോക്കിയില്ല. അപ്പോഴേക്കും ഇത് കണ്ട് ശ്രുതിക്കും ഭയങ്കര സന്തോഷം, ഈ അവഗണന കാണിക്കുന്നത് കണ്ടപ്പോഴേ. അപ്പോൾ ഞങ്ങൾക്ക് അച്ഛൻ്റെ അനുഗ്രഹം മാത്രം മതിയെന്ന് സച്ചി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ച് അവർ രണ്ടുപേരും പോവുക. എല്ലാവരും നന്നായി പെർഫോം ചെയ്യണം കേട്ടോ എന്ന് അച്ഛൻ എന്നിട്ട് ഇവർക്ക് അനുഗ്രഹം കൊടുത്തിട്ട് പറഞ്ഞു. നിങ്ങളിൽ ആര് ജയിച്ചാലും അച്ഛന് സന്തോഷം തന്നെയാണ്, മക്കൾ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ മക്കളെ പറഞ്ഞു വിട്ടു. അപ്പോൾ കുറേ കാറുകൾ മുന്നിൽ വന്ന് നിൽക്കുന്നു. നിങ്ങൾക്ക് ഇത്രയും പേർക്ക് പോകാൻ ഇത്രയും കാറെന്ന് ചോദിച്ചു അച്ഛൻ. അല്ല, അതൊക്കെ ഇരിക്കട്ടെ അങ്കിൾ എന്ന് നമ്മുടെ വർഷ. അങ്ങനെ ഓരോരുത്തർ ഓരോരോ കാറിൽ കയറി പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ മത്സരത്തിന് ഞങ്ങളായിരിക്കുമല്ലോ രക്ഷിക്കുന്നത്, പ്രൈസ് മണി 1 ലക്ഷം രൂപ കിട്ടും എന്നൊക്കെ ശ്രുതി പറഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞു ചന്ദ്ര. അതിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും വാങ്ങിച്ച് തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. രണ്ടാളും പറയാം എന്താ വേണ്ടത്, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, വാങ്ങിച്ചു തരാമെന്ന് ശ്രുതി പറയുമ്പം ഒന്നും വേണ്ടടാ, നീ ആ കിട്ടിയ കാശ് വീട്ടിലെത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു അച്ഛൻ. ശരി എന്നും പറഞ്ഞു സുധി. അങ്ങനെ എല്ലാവരും മത്സരത്തിനായിട്ട് വീട്ടിൽ നിന്നത് ഇങ്ങനെ വാല അങ്ങ് പോയി. ആ സമയത്ത് എൻ്റെ മക്കൾ ജയിച്ചിട്ട് വരും. മത്സരം കണ്ടു കഴിയുമ്പോഴത്തേക്കും സച്ചിയും രേവതിയും അവിടെ നിന്ന് ഇറങ്ങി ഓടും എന്നും പറഞ്ഞ് ചന്ദ്രമതി ഭയങ്കര കളിയാക്കലും ചിരി. അയ്യോ, ആരെങ്കിലും ഓർത്തിട്ട് എനിക്ക് ചിരി നിർത്താനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ചിരിക്കുമ്പം അതെ മറുപടിയൊക്കെ അവർ പറഞ്ഞോളും. ആരാ ഓടുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് രവിയേട്ടൻ പറയുമ്പം കാണാം എന്ന് പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് കയറിപ്പോയി. രവിയേട്ടൻ അവിടെ നിൽക്കുന്നത്. പിന്നെ കാണിക്കുന്നത് മത്സരത്തിൽ ഇവർ പങ്കെടുക്കാൻ പോയ സ്ഥലവും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ അവിടെ ചെന്ന് എല്ലാവരും അവിടെ ഇരിക്കുന്നു. അപ്പോൾ അവിടുത്തെ മത്സര രീതികളെ പറ്റിയും അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നു. അതിനുശേഷം പിന്നെ അവിടെ വന്നിരിക്കുന്ന മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഭയങ്കര കയ്യടിയും ഇതൊക്കെ കൊടുക്കുക. അങ്ങനെ ക്ലാപ്പൊക്കെ കൊടുത്ത് എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം എല്ലാവരെയും വലിയ ഗ്രാൻഡ് വെൽക്കം ഒക്കെ ചെയ്തു. അതിനുശേഷം അവിടെ മത്സരിക്കാൻ വന്നവരെല്ലാവരെയും അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ സ്റ്റേജിൽ നിർത്തി. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ അടുത്ത ജഡ്ജിനെ പരിചയപ്പെടുത്തുന്നു. കാണാൻ വന്നവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഓരോരുത്തർ അവരവരെ സ്വയം പരിചയപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു. അതിനുശേഷം എല്ലാവരും വലിയ ജോലിക്കാരും വലിയ ആൾക്കാരൊക്കെയാണ് ഇവരുടെ കൂടെ മത്സരിക്കാൻ വന്നവർ. ഇപ്പോഴത്തേക്കും ശ്രുതിയോട് പറയുകയാണ്, അതെ ഇവരൊക്കെ വലിയ വിദ്യാഭ്യാസം ഉള്ളവരാ, പക്ഷേ 7 ഡിഗ്രി ആർക്കും ഇല്ല. ബിരിയാണി വിളമ്പിയ ഇലയുടെ അറ്റത്ത് നത്തോലി ഫ്രൈ വെച്ചതുപോലെ രേവതിയും സച്ചിയും ആ സൈഡിൽ നിൽക്കുന്നത് കണ്ടോ എന്ന് ശ്രുതി പറയുമ്പം അവർ വരാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് ശ്രുതിയുടെ ഡയലോഗ്. അവരുടെ അടുത്ത് ജോലി പറയുമ്പോൾ എല്ലാവരും ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചിയെയും ശ്രുതിയെയും കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കാം അവർ രണ്ടുപേരും. അപ്പോൾ ഓരോരുത്തർ അവരുടെ പ്രൊഫഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം വർഷയുടെയും അതുപോലെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞു. അപ്പം ഞാൻ ഇന്ന ആളാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ വർഷ സ്വയം പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം ശ്രുതി പറയുന്നു. പിന്നെ നമ്മുടെ രേവതിയും സച്ചിയും ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ മൈക്ക് കിട്ടിയതല്ലേ, ശ്രുതി ഇങ്ങനെ നിന്ന് തട്ടി വിട്ടുകൊണ്ടിരിക്കുക, പുളു അടിച്ച് എല്ലാവരെയും വേർപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മൾട്ടി മില്യണർ ആകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാണ്, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഷോറൂമുകൾ തുടങ്ങാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ്. അതെല്ലാം കേട്ട സച്ചിക്കും രേവതിക്കും ചിരി വന്നു. രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. ഇനി നാളെയാണ് മത്സരവും മത്സരാർത്ഥികളുടെ കഴിവുകളും ഒക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും ടാറ്റാ.